ഹലോ ഗായ്സ്, നമുക്കിന്ന് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൂർക്കത്തോരൻ്റെ റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് കൂർക്കയെല്ലാം തൊലി കളഞ്ഞ് കഴുകി എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള സവോള, ഒരു പകുതി സവോള എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അരപ്പിനായിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഒരു 3-4 പച്ചമുളകും 2 കറിവേപ്പിലയും തേങ്ങായും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടുക് മൂപ്പിക്കാനായിട്ടുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആദ്യമേ നമുക്കതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് കുറച്ച് ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഈ രീതിയിലൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു ചീനിച്ചട്ടി ചൂടായി വരുന്ന സമയത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാവേ. അതും കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്തിന് വേണം നമുക്ക് അരപ്പിട്ടിട്ട് അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. അതിന് ശേഷമാണ് നമ്മൾ കൂർക്ക ചേർക്കുന്നത്. സാധാരണ എല്ലാവരും കൂർക്കത്തോരൻ വെക്കാറുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വെക്കുന്നത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ രീതിയിൽ വെച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനെയും കൂടെ വെച്ച് നോക്കിയിട്ടൊന്ന് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത്. ഇപ്പം അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കൂർക്കയും പകുതി സവോളയും കൂടെ അരിഞ്ഞിട്ടതും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ കുറച്ച് കൂർക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ. ഇങ്ങനെ കൂർക്ക സെപ്പറേറ്റ് വേവിക്കുന്ന ആൾക്കാരും ഉണ്ട്, പക്ഷേങ്കിൽ ഇതാകുമ്പോൾ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ പരിപാടി കഴിയും. വേറെ വേവിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതിനകത്തോട്ട് തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നതനുസരിച്ച് വെന്തില്ലെങ്കിൽ മാത്രം കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അങ്ങനെ നമ്മളിങ്ങനെ തോരനായി കഴിയുമ്പോൾ ഇങ്ങനെ തോർത്തി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്ന് വെള്ളം പറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയെല്ലാം എടുക്കുക. അതേ ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടും ഉണ്ട്, എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. എന്നാൽ നമുക്ക് ചോറുണ്ടല്ലോ. ഇന്ന് സാമ്പാറുണ്ട്, കൂർക്ക തോരനുണ്ട്, ചൂരമീൻ വറുത്തതും ചൂരമീൻ കറിയും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഗൈസ്.